ഫ്രണ്ട്സ്, അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഓഫായി പോയ ഒരു സാംസങ്ങിൻ്റെ S23 Ultra ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്ത് പറ്റി? എന്നാ പറ്റാനുള്ളതെന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ട് ബോർഡ് മാറണമെന്ന് പറഞ്ഞു വന്നതാണ്. യെസ്, ഈ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് സാംസങ്ങിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ എന്തായാലും ബോർഡ് റീപ്ലേസ് ചെയ്യുക തന്നെ വേണമെന്നാണ് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതേ സെയിം ടൈമിൽ തന്നെ ഇതേ സർവീസ് സെൻറ്ററിൽ തന്നെ 3-4 കസ്റ്റമർ S23 Ultra ആയിട്ട് ഇതേ അപ്ഡേറ്റ് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ബോർഡ് മാറുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഈ ഒരു ബോർഡിനെ ഫുള്ളായി കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സർ ഈ ഒരു മദർ ബോർഡിൽ നിന്ന് ഡ്രൈ ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ ഒരു പ്രശ്നം നമുക്ക് എഗെയിൻ റീബോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ അടുത്ത നാളുകളിൽ നിങ്ങളുടെ ഫോൺ വല്ലതും ഡെഡായി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ്ങിങ് ഇഷ്യൂ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ സാംസങ് ആണെങ്കിലും ഏത് ഫോണാണെങ്കിലും ഇങ്ങനെയുള്ള ഫോണുകൾ വിത്ത് ഡേറ്റ സഹിതം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും സംഭവം ശരിയായിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കി. പ്രതീക്ഷയായിരുന്നോ റെഡിയാവുന്നത്? ഷോറൂമുകാർ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അവസാന വാക്ക് ഇനിയിപ്പോൾ ബോർഡ് മാറിയാൽ 50,000 രൂപ മുടക്കുന്നു പറഞ്ഞ സാധനം. ഡേറ്റ ഒന്നും പോയിട്ടില്ല കേട്ടോ.